നീ ആ കോഴ്സ് തന്നെ വേണോന്ന് ഇങ്ങനെ നിർബന്ധം പിടിക്കാതെ. അമ്മ എനിക്കിഷ്ടമുള്ളതിനല്ലേ പോകേണ്ടത്, ഞാനല്ലേ പഠിക്കണ്ടേ. നീ ഒന്നും മിണ്ടായിരിക്കില്ല സി. ഞാൻ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? എല്ലാം കൂടി 10 ലക്ഷം രൂപയെ പുറത്താവും. ഇത്രയും കടം കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എങ്ങനെ ഒപ്പിക്കും? എന്നെ കണ്ടുപിടിക്കും, ഞാൻ എന്തെങ്കിലും ബാധ്യത ഒപ്പിക്കുന്നുണ്ടോ? അത് ശരിയാ, അവൾക്കെല്ലാം ഡിസ്റ്റന്റ്, വണ്ടിക്കൂലി പോലും വേണ്ടല്ലോ. ട്യൂഷൻ എടുത്തിട്ടായാലും അവിടെ വട്ടച്ചെലവിനുള്ള കാശ് അവൾ ഉണ്ടാക്കുന്നില്ല. അച്ഛാ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമല്ലോ, ഞാൻ തന്നെ തിരിച്ചടച്ചോളാം. അത് ഇത്രയും ലോണിലെടുത്ത് നീ അതോടെ കിട്ടൂ? അത് കിട്ടിയാലും എന്ന് കിട്ടാനാ? ഇപ്പൊ അടയ്ക്കാനും ചെലവിനും ഒക്കെ ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപ വേണ്ടായോ? അത് തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. എവിടുന്നേലും ഒപ്പിക്കാനോ? വെറുതെ ഇരുന്ന് ഓരോന്ന് പറയാതെ നീയാ. കാശിന് കാശ് വേണ്ടേ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉണ്ടോ സഹായിക്കാന്? വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞോളൂ. ഞാനൊന്നും ചെയ്തില്ല. നീ എന്തിനാ പിള്ളേരോട് ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? ആവശ്യമില്ലാത്താണോ പറഞ്ഞത്? അവരും അറിയണ്ടേ ഇതൊക്കെ? അവരറിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യാനാ? പഠിക്കണമെന്നും ജോലി വാങ്ങിക്കണമെന്നും ജീവിക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹമില്ല അവൾക്ക്. അത് തന്നെ വലിയ കാര്യമല്ലേ? അതിന് നമ്മളെ കൊണ്ടാവുന്ന സഹായമൊക്കെ ചെയ്യണം, അതല്ലേ വേണ്ടേ? എന്നാ കുത്തിയിരുന്ന് സഹായിച്ചോ, ഞാൻ പോയി കിടക്കുവാ. നീ ഇപ്പം ഇത് അഴിക്കാനൊന്നും പോകണ്ട, ഞാൻ വേറെ എന്തെങ്കിലും വഴി നടക്കുമെന്ന് നോക്കട്ടെ. വേറെ എന്ത് വഴി നോക്കാനാ? ഇത് കൊണ്ടുപോയി വിൽക്കുവോ പണയം വെക്കുവോ എന്തുവെന്ന് വെച്ചാ ചെയ്യും. ഇപ്പം നിനക്ക് കാതിലൊന്നും വേണ്ടേ? അത് സാരമില്ല, ഞാൻ എന്തേലും വാങ്ങിയിട്ടോളാം. പര വിട്ടാൽ തന്നെ പഴുക്കുമെന്ന് നീയല്ലേ പറയുന്നത്? ഒന്നും സാരമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. നീയാ വരുന്നുണ്ട്, അവളിതൊന്നും അറിയില്ലേ. എന്താ നീയാ, നിന്റെ മോന്തായി ഇതുവരെ തെളിഞ്ഞില്ലേ? അച്ഛാ അത് വേണ്ട, ഞാൻ വേറെ കോഴ്സിന് പൊക്കോളാം. അതെന്തുവാ? നീ വേറൊരു കോഴ്സിനും പോകണ്ട, ആഗ്രഹിച്ച കോഴ്സിനൊക്കെ പോയാൽ മതി. വേണ്ട അച്ഛാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ പറയുന്നത്. ഇത്ര പൈസ ചെലവാക്കി വേണ്ട, അത് വേണ്ട. ഒരു വേണ്ടായുമില്ല, നീ അതിനങ്ങ് പോയാൽ മതി. പൈസ ഒക്കെ റെഡിയാ, നീ അതൊന്നും ആലോചിക്കണ്ട. അതിന് പൈസ എവിടുന്നാ? നീ ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, പൈസയൊക്കെ അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഉഷാറായിട്ടിരി. അച്ഛൻ പോയിട്ട് ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ? അതെ, ആ ഗിരിയേട്ടൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറിയച്ചേ പോകാവേ. അവരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നോ? ചേട്ടനും ചേച്ചി ഒരുപാട് തവണ വിളിച്ചതാണ്. അത് ഞാൻ വൈകിട്ട് അങ്ങനെ പോയിക്കോളാം. വൈകിട്ട് അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല. വൈകിട്ട് പോയാൽ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോകണം അല്ലേ നീയെ? ശരിയാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഓ ശരി. എത്ര ഉണ്ട് വിഷു? 1.45. ഇത്രേ ഉള്ളോ? ഇത്രയും വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. ഓക്കെ ഓക്കെ, ശരി എന്നാ. ശരി. ഓ നല്ല കക്ഷിയാ. ഇന്നലെ വരുമെന്നും ചൊല്ലി അവളും കുട്ടികളും എത്ര നേരം നോക്കിയില്ലെന്ന് അറിയാവോ? സോറി ഗിരി, ഇന്നലെ ഒരു രക്ഷയില്ലാതായിപ്പോയി. 5 കുട്ടികളും ഇവിടെ. അവരെന്ന് രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി. അവളുടെ വീട്ടിലോട്ട് പോയതാ, വൈകിട്ട് ഞെത്തും. എന്നാൽ ശരി, ഞാൻ പോയിട്ട് എല്ലാവരും ഉള്ളപ്പോൾ വരാം. അങ്ങനെ പോയാലോ? ഇയാൾ വന്നതല്ലേ? വാ ഇവിടെ പോട്ടറേ, വാടോ, ഒരെണ്ണം അടിച്ചിട്ട് പോവാം. അയ്യോ സോറി ഗിരി, എനിക്കിപ്പോൾ വേണ്ട, ഓഫീസിൽ പോകാനുള്ളതോ. ഒരെണ്ണം അടിച്ചെന്നും പറഞ്ഞിട്ട് എന്തോ ഓഫീസാ? വാ. വേണ്ടടോ, ഇനി ഒരിക്കലാവാം. ഇവിടെ രാവിലെ മുതൽ ഞാനിവിടെ ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ചിരിക്കുക. അവളാണെങ്കിൽ വൈകിട്ടേ വരത്തുള്ളൂ. ഇയാളൊരു കമ്പനി തരുവാണെങ്കിൽ ഞാനും ഒരെണ്ണം അടിക്കും. എന്താ പറയുന്നേ? നായിട് ഒരു ചെറുത് മതി. ഞാൻ വെള്ളവും ഇച്ചിരി ചിപ്സും എടുത്തുകൊണ്ട് വരാം. ശ്വേത സാർ എന്താ ലേറ്റ് ആവുന്ന? എന്തെങ്കിലും? രാവിലെ ഒരു അർജന്റ് മീറ്റിംഗ്, ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്താം. സാർ ഇന്നലെ പറഞ്ഞ കാര്യം, അവർക്കൊരു 12 മണിക്ക് മുന്നേ ഫൈനൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ ഉടനെ എത്താം. ഓക്കെ ശരി സാർ, ശരി. സാബു സാർ അരമണിക്കൂർ കഴിഞ്ഞേ വരൂ. ഞാൻ അവരോട് എന്ത് പറയും? എടോ ശരി, 8ാം ക്ലാസ്സുകാരിക്ക് ഗർഭം, 23-കാരനായിട്ടുള്ള ബസ് ക്ലീനർ പിടിയിൽ. നമ്മുടെ പന്തളത്താ. അവനൊക്കെ പിടിച്ച് കണ്ടിച്ചാൻ കളയണം. പിന്നെ അവൻ മാത്രം കുറ്റം ചെയ്താൽ ഗർഭം ഉണ്ടാവുമോ?
അവൻ്റെ മണിയണി കണ്ടോണ്ട് കയറി ചെന്ന് കൊടുത്തതല്ലേ. ആര്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള പൊട്ടു കൊച്ചോ? പൊട്ടു വെച്ചായിട്ടാണോ കൊച്ചുണ്ടായത്? ഇതേ നിരച്ച് മര്യാദയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്ത്? എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലുള്ള പെൺകുട്ടികളെ വളച്ച് തെമ്മാടിത്തരം കാണിച്ചതിനെ ന്യായീകരിച്ചതോ? തൻ്റെ വീട്ടിലോ വേണ്ടപ്പെട്ടവർക്കാണ് ഈ സംഭവിച്ചെങ്കിലോ ചിന്തിച്ചിട്ടുണ്ടോ? എടോ, അന്തസ്സായിട്ട് വളർത്തിയാലേ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്ത് അന്തസ്സാടോ? ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നവരെയുള്ള ഈ അന്തസ്സും മാങ്ങാത്തൊലിയൊക്കെ. എന്തായാലും എന്തിനും ഈ സ്ത്രീകൾക്ക് മാത്രം ഇത്ര പ്രിവിലേജ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വെറുതെ ഓരോ നിറയിക്കോളും ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ. ആരാടെ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ച്? തനിക്കും ഇല്ല അമ്മയും പെങ്ങളും ഒക്കെ. ഒരു പുരുഷനെ അപേക്ഷിച്ച് അവരനുഭവിച്ച എന്തെങ്കിലും പ്രശ്നത്തെ പറ്റി താൻ ഇത് അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്കതൊന്നും തിരക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, താൻ വല്ല ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോയിട്ടേ ഏതെങ്കിലും ആമ്പിള്ളേരെ ദേഹത്ത് ഉരച്ചിട്ടൊരു വീഡിയോ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് പാവത്തിന്റെ ഭാവി അങ്ങ് തുടങ്ങി. അതേടോ, ഞാനാണ് അത് തന്നെ ചെയ്യും. അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് ഒരസനെ പിടിക്കാനോ വന്ന വീഡിയോ എടുക്കുക മാത്രല്ല അടുത്ത് ഞാൻ ചെപ്പക്കുറ്റി പറിക്കും. കാണാടോ എനിക്ക്. പിന്നെ ദേ എന്നെ കൊണ്ട് വെറുതെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിനാ നിരഞ്ജൻ നമ്മളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത്? അവളുടെ അവസ്ഥ തനിക്ക് അറിയാവുന്നതല്ലേ? എന്ന് വെച്ച് എന്തിനും കയറി അങ്ങ് പിടിക്കുമല്ലേ? അല്ല, ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആള് വേണ്ടേ? ചുമ്മാ ഇതൊക്കെ രസമല്ലേ? തനിക്കിതൊക്കെ രസമായിരിക്കും, പക്ഷെ അവർക്ക് അങ്ങനെ ആയിരിക്കില്ല. അതെ അതെ, അവരവരുടെ അവസ്ഥ അവരവർക്കേ അറിയൂ. ഇനിയെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കണേ. ശ്വേത, തന്നോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഞാൻ എന്താലോചിക്കാനാണ് മാഡം? തനിക്കൊരു പെൺകുട്ടിയല്ലേ വളർന്നു വരുന്നത്, ഞാൻ അതുകൊണ്ടുകൂടിയാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ സഹിക്കണം മാഡം? അയാൾക്ക് ഒരുപാട് സ്ത്രീകൾ കൂടിയേ തീരുമെങ്കിൽ ആയിക്കോട്ടെ. ഞാനും എൻ്റെ മോളും അതിനെന്തിനാ സഹിക്കുന്നത്? തൻ്റെ മോളുടെയും വേദന അറിയാഞ്ഞിട്ടല്ല ശ്വേത, നമ്മൾ സ്ത്രീകൾക്കല്ലേ അതൊക്കെ മനസ്സിലാവുകയുള്ളൂ. എൻ്റെ മോളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞതും 15 വയസ്സുള്ളൊരു കുട്ടിയാണ് മാഡം. അതിൻ്റെ കണ്ണീൻ്റെ പാവത്തേക്കോ പോലത്തല്ല മാഡം എനിക്ക് വേണ്ട അയാളെ, എനിക്ക് വേണ്ട മാഡം. ആ പേപ്പർ ഇങ്ങിതാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ആനിയ, അച്ഛൻ ഇതുവരെ ഇറങ്ങിയില്ലേ? 6 മണിക്കാ സിനിമ. ഓ, അപ്പം നീ സിനിമയെ അങ്ങ് ബുക്ക് ചെയ്തു? അതൊക്കെ രാവിലെ തന്നെ ചെയ്തു. അപ്പം ആൻസിയോ? ചേച്ചി ട്യൂഷൻ സെന്ററിൽ നിന്ന് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മ അത് എപ്പോഴേ റെഡി ആയിട്ടിരിക്കുന്നു. ഓ, ശരി ശരി, എന്നാൽ അതെ ഇപ്പോൾ വരുന്നു. ഓക്കെ. ഇത്തിരി നേരത്തെ പോകണം, ഒരു അത്യാവശ്യം. ഓക്കെ ശരി സാർ. ശരി, ഓക്കെ. നീ അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ ഇറങ്ങിന്ന് ദേ ഇപ്പിങ് എത്തും. എന്നാ ഞാൻ റെഡി. അയ്യോ, എന്തോ അമ്മ, ഇത് അമ്മയുടെ കമ്മലെന്തേ? പോയി കാതിലെ കമ്മലിന്റെ ആണി ഒടിഞ്ഞു പോയി. എനിക്ക് കമ്മലൊന്നും വേണ്ട. ദാ അച്ഛൻ വന്നെന്ന് തോന്നുന്നു. ആ, രണ്ടുപേരും ഒന്ന് റെഡിയായല്ലോ. അച്ഛതേ നോക്ക്, കമ്മലൊന്നും ഇല്ലാതെ ഒരുമാതിരി. അയ്യോ, ശരിയാണല്ലോ. ഓഹോ, അപ്പൊ രണ്ടുപേരുടെ പ്ലാൻ ചെയ്തിട്ടായിരുന്നല്ലേ? വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. അച്ഛ പെട്ടെന്ന് വാ, ചേച്ചി അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുവാ. പൈസ എടുത്ത് തലമാനിലോട്ട് വെച്ചേക്കണേ. എവിടെ ഇരിക്കുന്ന? അതാ പാൻറ്റിന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. അയ്യോ, ഇതിലൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം പറഞ്ഞാൽ പുറകിന് വരണം. നീ ചെറുതേ ഇതിലില്ല. ഞാനിത് ഇതിലാണല്ലോ വെച്ചേ. അച്ഛൻ്റെ അത് വെച്ച് പൈസ കണ്ടില്ലാന്ന്. 1.5 ലക്ഷം രൂപ നിന്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ളായിരുന്നു. 1.5 ലക്ഷം രൂപയോ? എവിടാ വെച്ചേ? അത് തന്നെയല്ലേ ഞാനും നോക്കുന്നേ.
ഞാൻ ഈ പാൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചേ. ഒരു ശ്രദ്ധയില്ലാതാണോ ഇത്രയും പൈസയൊക്കെ പാന്റിന്റെ പോക്കറ്റിലൊക്കെ വെക്കുന്നേ? നിങ്ങൾ എവിടാ കൊണ്ടുവച്ചെന്ന് നല്ലപോലെ ഒന്ന് ഓർത്ത് നോക്ക്. ആ ശ്വേത, എൻ്റെ കുറച്ച് പൈസ മിസ്സായി. ആ ക്യാബിനിലോ മേശയിലോ ഒന്ന് നോക്കാവോ? അയ്യോ, ഞാൻ ഇറങ്ങി സർ. നിരഞ്ജനും അബിയും ഉണ്ട് അവിടെ. എത്ര ആയിരുന്നു സർ? എത്ര രൂപയായിരുന്നു? ഹലോ ഹലോ. ആ നോക്കാം സാർ. ആ ശരി നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ആ എടാ, സാറിൻ്റെ പൈസ ഒന്നും മറന്നു വെച്ചു, നോക്കിയിട്ട് വേണം. ഗിരി, നീ അവിടെ എല്ലാം ഒന്ന് നോക്കടാ. നമ്മളാ ഇരുന്ന സ്ഥലവും ആ പരിസരമൊക്കെ ഒന്ന് നോക്ക് പ്ലീസ്. ആ ഞാൻ എന്റെ സ്ഥാപിച്ച എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്? എത്ര കഷ്ടപ്പെട്ടാലാ ഇനി. ആ നിരഞ്ജൻ. ഹലോ. ഇല്ല സാർ, ഇല്ല, ഇവിടെ അങ്ങനെ ഒരു പുതിയ പണമൊന്നും കണ്ടില്ല. നിരഞ്ജൻ, ഞാൻ വന്നത് മുതൽ ഇറങ്ങുന്നത് വരെയുള്ള CCTV ഫുട്ടേജ് ഒന്ന് നോക്കിയേക്കാവോ? ആ ഓക്കെ സാർ, ചെക്ക് ചെയ്യാം. ആ ഇനി CCTV ഫുട്ടേജ് കൂടെ ചെക്ക് ചെയ്യണം. ഗിരി, അളിയാ, ഞാനിവിടെ എല്ലാം അരിച്ചു വരക്കി നോക്കി, ഇവിടെങ്ങുമില്ല. നീ വന്ന വഴിയോ പോയ വഴിയോ ഒക്കെ അന്വേഷിക്കേ. 1-2 രൂപ വല്ലതും ഒന്ന് കൊണ്ടുപോയി കളഞ്ഞേക്കുന്നത്. സാർ CCTV ഫുട്ടേജ് നോക്കിയിട്ട് സാർ വരുമ്പോഴോ പോകുമ്പോഴങ്ങനെ സാറിൻ്റെ പോക്കറ്റിൽ പൈസ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ടോ? ഓ, അതൊന്നും കണ്ടില്ലടാ. പക്ഷെ വേറൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതെന്തു? അത് നമ്മുടെ പെൺസിംഹത്തിലുള്ളൊരു പണിയാണ്. അത് ഞാൻ ശരിയായിക്കോളാം. തൽക്കാലം നമുക്ക് പോവാം. വാ. അച്ഛൻ ഇവിടുന്ന് പോയിടം തൊട്ട് തിരിച്ച് വന്നിടം വരെ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ഗിരി. ശരിയതാ, വയറിനൊരു പ്രശ്നം. ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പോവാം. ഇയാൾ ഇതെല്ലാം എടുത്ത് വെക്ക്. ഹലോ, വാട്സപ്പിലോ? ആ നോക്കാം. ആൻസി, എന്ത് പറ്റി ആൻസി? എന്തുവാന്ന് വെച്ചാൽ ഒന്ന് പറയാ ആൻസി. ഒന്നാമത്തെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് ചാവാറായിരിക്കുക. ഇവക്ക് കോഴ്സിന് പോകാനുള്ള 1.5 ലക്ഷം രൂപ അച്ഛൻ കൊണ്ട് കളഞ്ഞേച്ച് വന്ന് നിൽക്കുക. എങ്ങനെ കളയാതിരിക്കും? ആ സാമുവേ, വന്നേ.
ഇതൊക്കെ ഇവിടൊക്കെ കൊണ്ടുവച്ച ആര് കാണാനാടാ വേ? ഓക്കേടാ, ഞാൻ പോട്ടെ. എന്തായാലും കാശ് കിട്ടിയല്ലോടാ, നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് പോവാം. അയ്യോ, നീ പോയി ഒന്ന് ആഘോഷിച്ചതിൻ്റെ ഇത്രയും ഉള്ളു നീറിയത് മൊത്തം അവളുമാരവിടെ ടെൻഷൻ അടിച്ചിരിക്കോടാ. പോട്ടെ. ശരി ശരി, ഓക്കെ. എന്തുവാ ചേച്ചി? എന്നാ നോക്ക്. എന്തു നീയ? എന്നെ ദേഹത്തോടൊന്നും പിടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് നീ ആരാണേലും പറഞ്ഞേക്കാം. ഞാൻ വേണ്ട. അച്ഛനോ? ഇത് എവിടുന്ന് കിട്ടി? അവരുടെ ഓഫീസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആർക്കാ കിട്ടാത്തെ? കിട്ടി മക്കളെ, കിട്ടി. കണ്ടോ? നീ എല്ലാം കൂടെ ഇപ്പൊ എന്നെ അങ്ങ് വാർത്തെടുത്തനേയല്ലോ. എന്തോന്നു എല്ലാരും മോന്തേ പിടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യം വന്ന്. ഞാൻ ആ ഗിരീഷിന്റെ ടോയ്ലറ്റിൽ പോയപ്പോഴേ അതിന്റെ വിൻഡോയിൽ കൊണ്ട് വെച്ചതാ. പിടി. എന്തുപടി? എന്തോ നീ കാണിച്ചേ? ഞാനാണോ കാണിച്ചത്? കാണിച്ച് എന്തുവന്ന് പിള്ളേരെ ഫോൺ എടുത്ത് നോക്ക്. നോക്കാൻ അങ്ങോട്ട്. എന്തുപടി? 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 എന്തുവന്ന്? ഇതാണോ? എടി, ഇതാ ശ്വേതയും നിരഞ്ജനോട് അവിടെ വഴക്കിട്ടെ. കൂടുതൽ ന്യായീകരിച്ച് വഷളാക്കണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. മക്കളെ, മോളെ, നീയാ ഇത്? ഞാൻ ഹൻസി മോളെ, ഇത് ഞാൻ. എടി, നാളല്ലേ അച്ഛാ? നിങ്ങൾക്ക് 2 പെൺമക്കളാണെന്നെങ്കിലും നിങ്ങൾ ഓർത്തോ? കഷ്ടം. നീ എവിടെയാ? എന്നെ രാവിലെ വീട്ടിലോട്ട് വിട്ടിട്ട് നീ പോകാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? വേണ്ട, ആൻസർ റെഡി ആയിട്ടുണ്ട്. അവള് കൊണ്ടുപോക്കോളൂ. ആൻസി, എന്നെ അങ്ങോട്ട് വിട്ടിട്ട് പോയാൽ മതി. ബാ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം. ആ ഗിരി, എടോ താൻ എവിടാ? ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നു. താനിപ്പോൾ ഓഫീസിലേക്ക് പോകണ്ട. തൽക്കാലം കുറച്ച് ദിവസം താൻ വീട്ടിലിരി. ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. എന്തുവാടോ? താനും തെളിച്ചു പറ. താൻ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. താൻ ആ ഫോൺ എടുത്ത് വെച്ചൊന്ന് നോക്ക്. സോഷ്യൽ മീഡിയ മുഴുവൻ താനാ, താൻ മാത്രം.
കാണിച്ചത്? എടോ സോറി എടോ, ഞാൻ ഇങ്ങനൊന്നും സംഭവിക്കുന്നു വിചാരിച്ചല്ല. ഞാൻ തന്നെ വേണമെങ്കിൽ തന്നെ കാല് പിടിക്കാം. സോറി പ്ലീസ്. കാലൊന്നും പിടിക്കണ്ട, ആ വിഷ്വൽസ് മുഴുവൻ കാണിക്കടാ. ആ ശ്വേതേ, എന്തായി? അവരെന്ത് പറഞ്ഞു? ദേ, എന്നെ ദേഹത്ത് തുറന്നു പിടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് നീ ആരാണേലും പറഞ്ഞേക്കാം. ശ്വേത, ഞാൻ വേണ്ട. ശ്വേതേ, സോറി സാർ, സോറി. ഞാൻ നിരഞ്ജനുമായിട്ട് വഴക്കിട്ട് വേറെ ഏതോ മാനസികാവസ്ഥയിലായിരുന്നു സാർ. സോറി സാർ, എന്നോട് ക്ഷമിക്കണേ സാർ. എന്നോടൊന്ന് തോന്നല്ലേ സാർ, പ്ലീസ് സാർ. സോറി. ഞാനങ്ങ് ഭയന്നു പോയി. ക്ഷമിക്കണം സാർ. ഓക്കെ സാരമില്ല. ശ്വേത പോയിന്ന് റെസ്റ്റ് എടുക്കും. കൂളാവ്. ചെല്ല് പോയിന്ന് റെസ്റ്റ് എടുക്കും. നിന്നോടല്ലോ. ശേതാ വേണ്ട, നീ ഫോണിങ് എടുക്ക. നീ വാ, നമുക്കിതോട് ചേർത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്തോ പണിയാടാ കാണിച്ചത്? അമ്മ, ഞാൻ വാട്സപ്പിൽ അയച്ച വീഡിയോ നോക്കിയേ. വാട്സപ്പിലോ? ആ, സോറി സാർ, എന്നോട് ക്ഷമിക്കണേ സാർ. ഞാനങ്ങ് ഭയന്നു പോയി. നീയാ? മോളി വീഡിയോ കണ്ടായിരുന്നോ? കണ്ടമ്മേ, ഞാനത് കാണുമായിരുന്നു. നമ്മൾ വെറുതെ അച്ഛനെ ഓഫീസ് ക്യാബിനിൽ വെച്ച് സഹപ്രവർത്തകയെ കടന്നുപിടിച്ച സാബുവിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുമെന്നാണ് പന്തളത്ത് നിന്നും നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ഭൈരവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രശാന്ത്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? എന്തൊക്കെയാണ് സാബുവിന്റെ ലീലാവിലാസം? അമ്മ ഒന്ന് വിളിക്കച്ഛനെ. വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും മോളൊന്ന് വിളിക്കും. ഹലോ ആൻസി, വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അമ്മ, ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടൊന്ന് പോ, ഞാനും വരുവാ. എടുക്കുന്നില്ല അമ്മ. നീ ബാ, നമുക്ക് അങ്ങോട്ട് പോകാം. വണ്ടി എടുക്ക്.
സാബുച്ച കഥ ഓർക്ക് സാബുച്ച സാബുച്ച